ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറെ ജനപ്രീതി നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ്. തുടർച്ചയായി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പരമ്പര പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥയായി മാറിയിരിക്കുകയാണ്. സച്ചിയും രേവതിയും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ദൃഢത, അമ്മായി അമ്മപ്പോര്, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾ, മരുമക്കൾ തമ്മിലുള്ള മത്സരങ്ങൾ എന്നിവയെല്ലാം കോർത്തിണക്കിയതാണ് ചെമ്പനീർ പൂവിന്റെ കഥ. പൂക്കടയിൽ അച്ഛനെ സഹായിക്കുന്നതു മുതൽ പത്രവിതരണം, ഡ്രൈവിംഗ് പരിശീലനം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടക്കൽ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിൽ വിശ്രമമില്ലാതെ ഏർപ്പെട്ടിരിക്കുന്ന രേവതിയുടെ ജീവിതയാത്രയാണ് പരമ്പരയുടെ പ്രധാന ആകർഷണം. വിധിയുടെ വഴിത്തിരിവിൽ സ്നേഹവും ആർദ്രതയും ത്യാഗവും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു പുതിയ അധ്യായവുമായി സച്ചി എന്ന ചെറുപ്പക്കാരൻ രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതോടെയാണ് കഥയ്ക്ക് പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിക്കുന്നത്. ഈ ബന്ധം പരമ്പരയെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റുകയായിരുന്നു. ചെമ്പനീർ പൂവ് 500 എപ്പിസോഡുകൾ പിന്നിട്ടു എന്ന സന്തോഷവാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത്. പരമ്പരയുടെ അണിയറ പ്രവർത്തകർ ഈ സന്തോഷം പങ്കുവച്ച് രംഗത്തെത്തി. നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റെബേക്ക സന്തോഷ് ഇങ്ങനെ കുറിച്ചു: ചെമ്പനീർ പൂവിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് ഇന്നേക്ക് 500 ദിനങ്ങൾ പൂർത്തിയായിരിക്കുന്നു. തുടർന്നും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കണ്ണീരണിയാനും ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഇതുവരെയുണ്ടായ എല്ലാ സ്നേഹവും കരുതലും ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടീം ചെമ്പനീർ പൂവിന്റെ എല്ലാ ഫാൻസിനും പ്രത്യേക നന്ദി. അതേസമയം പരമ്പരയിൽ മുൻപ് രേവതി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് ഗോമതി പ്രിയ എന്ന നടിയായിരുന്നു. നടിയുടെ പിന്മാറ്റം പ്രേക്ഷകരെ ഏറെ നിരാശയിലാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ റെബേക്കയെ രേവതിയായി പ്രേക്ഷകർ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഈ പരമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്താണ്?